ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിടത്തൊരു രാജാവിന് വളരെ ബുദ്ധിമാനായൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലും ബുദ്ധിയിലും വളരെ വിശ്വാസമുണ്ടായിരുന്ന രാജാവ് ഏത് കാര്യവും മന്ത്രിയോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ഇതെല്ലാം കാണുന്ന മറ്റു മന്ത്രിമാർക്കും രാജ്യസഭയിലെ മറ്റുള്ളവർക്കും ഈ മന്ത്രിയോട് വളരെ അസൂയ തോന്നിയിരുന്നു. ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് രാജാവ് ഈ മന്ത്രിയോട് പറഞ്ഞു, താങ്കൾ വളരെ കഴിവും ബുദ്ധിയുമൊക്കെയുള്ള ആളാണ്, എന്നാൽ താങ്കളുടെ മകൻ അങ്ങനെയല്ല, അവനൊരു മണ്ടനാണ്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മന്ത്രി രാജാവിനോട് ചോദിച്ചു, പ്രഭോ, അങ്ങ് എന്താണ് എൻ്റെ മകൻ മണ്ടനാണെന്ന് പറയാൻ കാരണം? രാജാവ് പറഞ്ഞു, ഞാൻ എന്നും പ്രജാക്ഷേമം അന്വേഷിക്കുവാൻ പോകുമ്പോൾ താങ്കളുടെ മകനെ കാണാറുണ്ട്. സ്വർണ്ണ നാണയത്തിനാണോ വെള്ളി നാണയത്തിനാണോ കൂടുതൽ മൂല്യമെന്ന് ചോദിക്കും. അവൻ എന്നും ഉത്തരം പറയും വെള്ളി നാണയത്തിനാണെന്ന്. എല്ലാ ദിവസവും ഈ മണ്ടത്തരം പറയുന്ന താങ്കളുടെ മകന് താങ്കളുടെ ഒരു കഴിവും ലഭിച്ചിട്ടില്ല. രാജാവിന്റെ വാക്കുകളും മറ്റുള്ളവരുടെ പരിഹാസം കലർന്ന ചിരിയും കണ്ട അദ്ദേഹം ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ മന്ത്രി മകനെ വിളിച്ചു ചോദിച്ചു, സ്വർണ്ണ നാണയത്തിനാണോ വെള്ളി നാണയത്തിനാണോ മൂല്യം കൂടുതൽ? അവൻ പറഞ്ഞു, സ്വർണ്ണ നാണയത്തിന്. മന്ത്രി ചോദിച്ചു, പിന്നെ നീ എന്താണ് രാജാവ് ചോദിച്ചപ്പോൾ വെള്ളി നാണയത്തിനാണെന്ന് പറഞ്ഞത്? അവൻ അകത്തു നിന്നൊരു പെട്ടി എടുത്തുകൊണ്ടുവന്നു. അത് നിറയെ വെള്ളി നാണയങ്ങളായിരുന്നു. അതുകൊണ്ട് മന്ത്രി അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, എന്നും രാജാവ് വന്നിട്ട് ഒരു കയ്യിൽ സ്വർണ്ണ നാണയവും ഒരു കയ്യിൽ വെള്ളി നാണയവും വെച്ചിട്ട് എന്നോട് പറയും, ഏതാണ് മൂല്യം കൂടുതൽ, അതെടുത്തുകൊള്ളുക. ഞാൻ എന്നും വെള്ളി നാണയം എടുക്കും. കാരണം ഞാൻ സ്വർണ്ണ നാണയം എടുത്താൽ പിന്നെ ഒരിക്കലും രാജാവ് ആ ചോദ്യം പിന്നെ ചോദിക്കില്ല. തൻ്റെ മകന്റെ ബുദ്ധിയും ജ്ഞാനവും തിരിച്ചറിഞ്ഞ മന്ത്രിക്ക് വളരെ അഭിമാനം തോന്നി. ജ്ഞാനവും വിവേകവും ആയുഷ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പ്രാവശ്യം കർത്താവിനെ പരീക്ഷിക്കുവാൻ അടുത്തു വരുന്ന പരീശന്മാരെ കാണാൻ കഴിയും. ഒരിക്കൽ അവർ ചോദിച്ചു, കൈസറിന് നികുതി കൊടുക്കണമോ? വേണ്ട എന്ന് പറഞ്ഞാലോ റോമ സാമ്രാജ്യത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ക്രിസ്തു എന്ന് അവർ പറയും. എന്നാൽ ക്രിസ്തു പറഞ്ഞ മറുപടി കേട്ട് ഏവരും അത്ഭുതത്തോടെ തിരികെ പോയി, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും. താൻ വലിയ ജ്ഞാനിയാണെന്നും ബുദ്ധിമാനാണെന്നും അഭിമാനിക്കുന്നവരോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മാഭിമാനം ഉണ്ടാക്കാൻ പ്രകടിപ്പിക്കേണ്ട വസ്തുവല്ല ജ്ഞാനം, മറിച്ച് ജീവിതത്തിൽ ഗുണകരമായി ഉപയോഗിക്കാൻ ദൈവം തന്ന വിലപ്പെട്ട കഴിവാണത്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിൻ പൊരുളറിയാൻ അനുഗ്രഹിച്ചിടേണേ നാഥ, തിരുവചനത്തിൻ ആഴമറിയാൻ എളിയവർക്ക് അറിവു നൽകും വചനമേ നിറയുക എന്നിൽ. ജീവിതത്തിൽ പ്രകാശം പരത്തും വചനമേ നയിക്കുക എന്നെ. എളിയവർക്ക്